ഓക്കെ, നാച്ചർ ഓർ ഫങ്ഷൻസ് ബേസ് ചെയ്തിട്ട് 5 റേഷ്യോസ് ആയിരുന്നു. അതിൽ ഫസ്റ്റ് 2 റേഷ്യോസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ലിക്വിഡിറ്റി റേഷ്യോസ് ആൻഡ് ലീവറേജ് റേഷ്യോസ്. ലീവറേജ് റേഷ്യോസിൽ തന്നെ സ്ട്രക്ചറൽ റേഷ്യോസും കവറേജ് റേഷ്യോ ഉണ്ടായിരുന്നു. ദ നെക്സ്റ്റ് റേഷ്യോ ഇസ് ആക്ടിവിറ്റി റേഷ്യോ. ആക്ടിവിറ്റി റേഷ്യോസ് ഷോസ് how effectively a firm uses its available resources or assets. ആക്ടിവിറ്റി റേഷ്യോസ് ഒരു ബിസിനസ്സിൻ്റെ റിസോഴ്സസ് അല്ലെങ്കിൽ അസറ്റ്സ് എത്ര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ് നമ്മൾ സാധാരണ ആക്ടിവിറ്റി റേഷ്യോസ് യൂസ് ചെയ്യുന്നത്. ദെൻ ദീസ് റേഷ്യോസ് ഇൻഡിക്കേറ്റ്സ് efficiency in assets management. These ratios indicates efficiency in asset management. These ratios are also known as efficiency ratios or performance ratios or asset utilization ratios. Activity ratios are also known as efficiency ratios, performance ratios or asset utilization ratios. Then these ratios indicates the cash elasticity of current assets. In other words, these ratios indicate the speed with which the resources are turned over or converted into cash. അപ്പോൾ ഇവിടെ ആക്ടിവിറ്റി റേഷ്യോസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ്സിൻ്റെ റിസോഴ്സസ് എത്ര ടൈംസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എത്ര സ്പീഡിലാണ് നമ്മൾ ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഇവിടെ ടേൺ ഓവർ എത്ര പെട്ടെന്ന് കണ്ടക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ടേൺ ഓവർ എത്രയാണ് എന്നാണ് നമ്മൾ ആക്ടിവിറ്റി റേഷ്യോസിലൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വൈ ദീസ് റേഷ്യോസ് ആർ കോൾഡ് ടേൺ ഓവർ റേഷ്യോ. ആക്ടിവിറ്റി റേഷ്യോ എന്ന് വിളിക്കുന്ന വേറൊരു പേരാണ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുന്നത്. കാരണം നമ്മൾ അസറ്റ്സ് ഓരോ അസറ്റും യൂട്ടിലൈസ് ചെയ്യുമ്പോൾ, അതായത് ഓരോ റിസോഴ്സസും നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് എത്ര പെട്ടെന്നാണ് നമ്മൾ അത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, നമ്മുടെ ടേൺ ഓവർ ആണ് എന്ത് ചെയ്യുന്നത് ആക്ടിവിറ്റി റേഷ്യോസിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു റേഷ്യോനെ ടേൺ ഓവർ റേഷ്യോസ് എന്നും പറയുന്നത്. അപ്പം ഹയർ ടേൺ ഓവർ റേഷ്യോ മീൻസ് ബെറ്റർ യൂസ് ഓഫ് റിസോഴ്സസ്. നമുക്ക് കിട്ടുന്നത് ഒരു ഹൈ ടേൺ ഓവർ റേഷ്യോ ആണെങ്കിൽ നമ്മൾ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് അവിടെ പറയുന്നത്. Then this further means higher profitability. That means higher turnover ratio ആണെങ്കിൽ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം higher profitability ആണ്. Okay, then it should be noted that turnover ratios are always expressed in number of times. That is rate of turning over. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ടിവിറ്റി റേഷ്യോസ് സാധാരണ എക്സ്പ്രസ് ചെയ്യുന്നത് ടൈംസിലാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി പറയുന്നു, റേഷ്യോസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പ്രൊപ്പോർഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, പേഴ്സൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, ടൈംസിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, ഫ്രാക്ഷനിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതിൽ ആക്ടിവിറ്റി റേഷ്യോസ് നമ്മൾ സാധാരണ നമ്പർ ഓഫ് ടൈംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം, അതായത് കവറേജ് റേഷ്യോയിൽ നമ്മൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നത് നമ്പർ ഓഫ് ടൈംസ് ആയിരുന്നു. നമ്മളുടെ ഇത്ര ടൈംസ് കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതായിരുന്നു പറഞ്ഞത്. അതേപോലെ തന്നെ ആക്ടിവിറ്റി റേഷ്യോസ് നമ്മളെങ്ങനെയാണ് നമ്പർ ഓഫ് ടൈംസിലാണ് ആക്ടിവിറ്റി റേഷ്യോസ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി ടേൺ ഓവർ റേഷ്യോസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ വരുന്നതാണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. Different types of turnover ratios are inventory turnover ratio, debtors turnover ratio, creditors turnover ratio, working capital turnover ratio and fixed assets turnover ratio. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് റേഷ്യോ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോസിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഇൻവെൻട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് തന്നെയാണ്, സ്റ്റോക്കിനെ തന്നെയാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇൻവെൻട്രി ഓർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ആവറേജ് ഇൻവെൻട്രി ഓർ സ്റ്റോക്ക്. അപ്പോൾ ഇവിടെ ഇൻവെൻട്രി ഓർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോസിൽ റിലേഷൻഷിപ്പ് മെൻഷൻ ചെയ്യുന്നത് എന്തൊക്കെ തമ്മിലാണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് ആവറേജ് സ്റ്റോക്ക് ഓർ ആവറേജ് ഇൻവെൻട്രി ആണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മെർക്കൻഡൈസ് ടേൺ ഓവർ റേഷ്യോ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മെർക്കൻഡൈസ് ടേൺ ഓവർ റേഷ്യോ.
ആൻഡ് ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ ഡിവൈഡിങ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ആവറേജ് സ്റ്റോക്കും തമ്മിലാണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് ടൈംസ് ദ സ്റ്റോക്ക് ഈസ് ടേൺ ഓവർ ഓർ കൺവേർട്ടഡ് ഇൻ ടു സെയിൽസ്. നമ്മുടെ സ്റ്റോക്ക് എത്ര ടൈംസിൻ്റെ ഉള്ളിൽ എന്താകുന്നുണ്ട്, സെയിൽസാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോക്ക് എത്ര ടൈംസ് കൊണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, then it is computed as follows. Stock turnover ratio is equal to cost of goods sold divided by average stock. അപ്പോൾ ഇവിടുത്തെ the components of stock turnover ratios ഏതൊക്കെയാണ്? One is cost of goods sold, another one is average stock. നമ്മൾ ഓൾറെഡി ആദ്യം മുതലേ പഠിച്ചു വരുന്നതാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ അതിൽ വേജ് ഉണ്ടാവും, ഫ്രൈറ്റ്, ഒക്ട്രോയ്, ഇങ്ങനത്തെ ഡയറക്റ്റ് എക്സ്പെൻസസ് എല്ലാം എന്തിനകത്ത് വരും? നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ കണക്കാക്കാൻ എടുക്കണം. എന്ത് മൈനസ് ചെയ്യണം? ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഡെബിറ്റ് സൈഡിൽ വരുന്ന എല്ലാ ഐറ്റംസും ക്രെഡിറ്റ് സൈഡിലെ ക്ലോസിംഗ് സ്റ്റോക്കും മൈനസ് ചെയ്യുക ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള. ഓക്കെ, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ വേജസ് കൂടി ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ ചെയ്യാം? ഇപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും ആണ് തരുന്നതെങ്കിൽ സെയിൽസിൽ നിന്ന് ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ചെയ്താൽ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ, ഇഫ് ഗ്രോസ് ലോസ്, ഇപ്പം നിങ്ങൾക്ക് തരുന്നത് ഇഫ് ഇറ്റ് ഈസ് ഗ്രോസ് ലോസ് ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു സെയിൽസ്. നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾക്ക് ഗ്രോസ് ലോസ് ആണ് തരുന്നതെങ്കിൽ അത് സെയിൽസിനോട് അങ്ങ് ആഡ് ചെയ്താൽ എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. ഓക്കെ, ദെൻ നമുക്ക് ആവറേജ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണ ആവറേജ് എങ്ങനെയാണ് കാണുക? എത്രത്തോളം ഐറ്റംസ് ഉണ്ടോ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് അല്ലേ? അപ്പോൾ ഇവിടെ ആവറേജ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ 2 സ്റ്റോക്കേ ഉള്ളൂ. ഒന്ന് ഓപ്പണിംഗ് സ്റ്റോക്കാണ്, ഒന്ന് ക്ലോസിംഗ് സ്റ്റോക്കാണ്. രണ്ടും തമ്മിൽ ആഡ് ചെയ്യുക. അവിടെ എത്ര ഐറ്റം ഉണ്ട്? 2 ഐറ്റം അല്ലേ? ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്ന്, ക്ലോസിംഗ് സ്റ്റോക്ക് ഒന്ന്. സോ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ ആവറേജ് സ്റ്റോക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് നോട്ട് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ക്ലോസിംഗ് സ്റ്റോക്ക് മേ ബി യൂസ്ഡ് ആസ് ദ ആവറേജ് സ്റ്റോക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും കൂടി തരുമ്പോഴല്ലേ ഉള്ളൂ നമുക്ക് ആവറേജ് കാണാൻ പറ്റുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ക്വസ്റ്റ്യനിൽ തരുന്നില്ല, ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമേ തരുന്നുള്ളൂ എങ്കിൽ അതിനെ എന്താക്കി എടുക്കുക? ആവറേജ് സ്റ്റോക്ക് ആക്കിയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ദെൻ നമുക്കൊരു ടേം കൂടി ഇതിൽ വരുന്നുണ്ട്, സ്റ്റോക്ക് വെലോസിറ്റി. സ്റ്റോക്ക് വെലോസിറ്റി കൂടി പറഞ്ഞിട്ട് നമുക്കിതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലി സ്റ്റോക്ക് ഓർ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ടൈംസ്. നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ നമ്മൾ ടൈംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ഇൻ ഡേയ്സ് ഓർ മന്ത്സ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മളുടെ കയ്യിലുള്ള സ്റ്റോക്ക് എത്ര പെട്ടെന്ന് സെയിൽ ചെയ്യുന്നു, അപ്പോൾ അത് എത്ര ദിവസത്തിനുള്ളിൽ, ടൈംസിന് പകരം നമുക്ക് സ്റ്റോക്ക് വെലോസിറ്റി പറയുന്നത് എത്ര ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ എത്ര മാസത്തിനുള്ളിൽ നമുക്ക് സെയിലാക്കി കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് സ്റ്റോക്ക് വെലോസിറ്റി എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് കോൾഡ് സ്റ്റോക്ക് വെലോസിറ്റി ഓർ സ്റ്റോക്ക് ടേൺ ഓവർ പീരീഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ സ്റ്റോക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഓൾറെഡി നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യും. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കിട്ടും. ദെൻ നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 365 ഡേയ്സ്, അല്ലെങ്കിൽ എന്തെടുക്കുക നമ്പർ ഓഫ് മന്ത്സ് ഇൻ എ ഇയർ, എത്ര 12 മാസം മന്ത്സ്. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിലും കിട്ടുന്നത് സ്റ്റോക്ക് വെലോസിറ്റി സെയിം ആയിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് നമ്മളുടെ ഇക്വേഷനിലേക്ക് നേരിട്ടിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സ്റ്റോക്ക് വെലോസിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്കാണ് നമുക്ക് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അതിനെ നേരെ തിരിച്ചിടുക. ആവറേജ് സ്റ്റോക്ക് ഡിവൈഡ് ബൈ
കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഓർ മന്ത്സ് ഇൻ എ ഇയർ. ഒന്നുകിൽ ഒരു ഇയറിലുള്ള നമ്പർ ഓഫ് ഡേയ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഇയറിലുള്ള നമ്പർ ഓഫ് മന്ത്സ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോക്ക് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ദെൻ ഒരൊറ്റ കാര്യം കൂടി പറയാം. സ്റ്റാൻഡേർഡ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോയുടെ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്നത് 8 times ഈസ് കൺസിഡേർഡ് സാറ്റിസ്ഫാക്ടറി. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 8 times ആണെങ്കിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കണ്ടീഷനിലാണ് ബിസിനസ്. 8 times ഈസ് കൺസിഡേർഡ് സാറ്റിസ്ഫാക്ടറി. ഓക്കെ, എന്നാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ട് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെയാണ് ആ ഒരു സൊല്യൂഷൻ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയാം.